2023 പുറത്തിറങ്ങിയ മിനി സീരീസ് മൈ സമ്മർ സ്വീറ്റ് ഹാർട്ടിന്റെ കഥയായിരുന്നു സിനിമ കഥയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ചൂലിങ്ങും ചൂലിങ്ങിന്റെ കൂട്ടുകാരിയും കൂടി ജിൻഹാവോയെ കള്ളിയാക്കാൻ ശ്രമിക്കുന്നതും ആ സമയം അങ്ങോട്ടേക്ക് ലിൻ കടന്നുവരുന്നതുമായിരുന്നു. പ്രശ്നം വഷളാവുന്ന കണ്ട ലിൻ അതിനു മുമ്പേ അവിടെ വന്നു നിന്ന് നടന്ന കാര്യങ്ങൾ കാണുകയും ഫോണിൽ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതവിടെ പ്രദർശിപ്പിച്ചു. ചൂലിനിന്റെ സുഹൃത്ത് തന്നെയാണ് ജിൻഹാവോയെ കള്ളിയാക്കാൻ മോതിരം ജിൻഹാവോയുടെ ബാഗിലിട്ടത് എന്നവിടെ വെച്ച് തെളിയിക്കപ്പെട്ടു. തങ്ങളുടെ കള്ളത്തരം മുഴുവൻ വെളിപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായതും നാണക്കേട് കൊണ്ട് ചൂലിങ് തലതാഴ്ത്തി അവൾ ക്ഷമ ചോദിക്കുകയുമുണ്ടായി. ആ സംഭവത്തിന് ശേഷം ജിൻഹാവോയും ലിന്നും അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ പോയി. ജിൻഹാവോ ഒരുപാട് മദ്യപിച്ചു. ഓരോന്ന് സംസാരിക്കുകയും ചെയ്തു. മദ്യലഹരിയിൽ ആണ്ടുപോയ ജിൻഹാവോ തിരികെ പോകുന്ന വഴിയിൽ റോഡിൽ നിന്നും ഡാൻസ് ചെയ്തു. ലിന്നും അവളുടെ കൂടെ കൂടി. അതൊക്കെ വളരെ ക്യൂട്ടായി ലിന്നിന് തോന്നിയിരുന്നു. പിന്നീട് വീട്ടിലെത്തി കുളിക്കാൻ നേരം ജിൻഹാവോ കാലുളുക്കി വീണു. അവളുടെ വിളികേട്ട് ലിൻ ഓടിയെത്തി. അവൾ അർത്ഥനഗ്നിയാണെന്ന് കണ്ടതും ഉടൻ പോയി ഒരു ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചു വന്നു. ശേഷം അവളെ ഹെൽപ്പ് ചെയ്യാനായി ശ്രമിച്ചു. ജിൻഹാവോ ആകട്ടെ ലിന്നിനെ തന്നോട് അടുപ്പിച്ച് അവന്റെ ബ്ലൈൻഡ് ഫോൾഡ് മാറ്റി ആ നിമിഷം അവനെ ചുംബിച്ചു. ലിന്നിനും അത് ഷോക്കിംഗ് ആയിരുന്നു. അടുത്ത ദിവസം കഫേയിൽ അവരുടെ പെരുമാറ്റത്തിൽ ജിയക്കെന്തോ സംശയം തോന്നി. ലിന്നിനും ജിൻഹാവോക്കുമിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു അത്. അന്ന് അവിടെ വെച്ച് ലിൻ ഒരു ഇഞ്ചുറി വന്ന പോലെ അഭിനയിക്കുകയും ജിൻഹാവോയെ വീണ്ടും കിസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആരെങ്കിലും കണ്ടാലോ എന്ന ഭയത്താൽ ജിൻഹാവോ ഉടൻ പിന്തിരിയുകയായിരുന്നു ചെയ്തത്. അന്ന് കുറച്ചു കഴിഞ്ഞ് കഫയിലേക്ക് ഷെൻ കടന്നു വന്നു. ജിൻഹാവോയെ കണ്ടതും അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു. താൻ അവളെ ഒരുപാടായി അന്വേഷിക്കുകയായിരുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ഷെന്നിനെ തള്ളിമാറ്റിയ ജിൻഹാവോ തനിക്ക് ഷെന്നിനെ മനസ്സിലായില്ലെന്നും ഈയടുത്ത് തനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചെന്നും അതിനുശേഷം തനിക്കൊന്നും തന്നെ ഓർമ്മയില്ല എന്നും ഷെന്നിനോട് പറഞ്ഞു. ഷെന്നിനും കാര്യങ്ങൾ വ്യക്തമായി. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഷെൻ അപ്പോൾ അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറായില്ല. താൻ അവളെ മീറ്റ് ചെയ്തത് തലേ ദിവസം ബർത്ത്ഡേ പാർട്ടിയിലാണ് എന്ന മട്ടിൽ ഷെൻ കള്ളം പറഞ്ഞു. ശേഷം ഷെൻ അവിടെ നിന്ന് ജിൻഹാവോയോട് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതൊന്നും അവിടെ ഉണ്ടായിരുന്ന ലിന്നിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ പുറത്തു പോയിരുന്ന ജിൻഹാവോ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മദ്യപിച്ച് പ്രശ്നക്കാരായ രണ്ടാളുകൾ അവളെ ആക്രമിക്കാൻ ചെന്നു. തന്നെ വെറുതെ വിടണം, തന്റെ ബോയ് ഫ്രണ്ട് തനിക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ജിൻഹാവോ ശ്രമിച്ചെങ്കിലും മദ്യപിച്ച് ആക്രമിക്കാമെന്ന അവർക്ക് അതൊന്നും വിഷയമായിരുന്നില്ല. ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് ഷെൻ കടന്നു വന്നു. തന്റെ ഫൈറ്റിംഗ് സ്കില്ലുകൾ ഉപയോഗിച്ച് ഷെൻ ആ പ്രശ്നക്കാരെ അടിച്ച് താഴെയിട്ടു. ഷെന്നിനോട് നന്ദി പറഞ്ഞ ജിൻഹാവോ അവനൊരു കോഫി ഓഫർ ചെയ്തു. അവർ തിരികെ കഫയിലെത്തിയപ്പോൾ കണ്ടത് അവിടെ ഒരു കസ്റ്റമർ ഒരു കാര്യവുമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നതായിരുന്നു. കോഫി ഓർഡർ ചെയ്ത് കുടിച്ച അയാൾ വീഡിയോയിൽ ലൈവായി പോയി ഈ കോഫി കുടിച്ചതിന് പിന്നാലെ തനിക്ക് ഫുഡ് പോയിസൺ ഉണ്ടായി എന്ന് പറയുകയും ഛർദ്ദിക്കുകയും നിലത്ത് വീഴുകയും ഒക്കെ ചെയ്തു. ഐലൻഡിനെ പറ്റിയും മോശമായ രീതിയിൽ അയാൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. താഴെ വീണ അയാളെ ലിന്നും ഷെന്നും ചേർന്ന് പിടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോയി. ചികിത്സ ചെയ്തൊന്ന് നോർമലായതും ഫുഡ് പോയിസന് കാരണം അവരുടെ കഫയും കോഫിയുമാണ് എന്ന് പറഞ്ഞ അയാൾ ലിന്നിനോട് കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടു. പക്ഷേ ടെസ്റ്റിൽ അയാൾ ഓവറായി മദ്യപിച്ചിരുന്നെന്നും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയാണ് ഛർദ്ദിയും മറ്റും സംഭവിച്ചത് എന്നും വ്യക്തമായിരുന്നു. ഈ സമയം ജെൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അയാൾ റെക്കോർഡ് ചെയ്ത വീഡിയോയും മറ്റും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കഫയെപ്പറ്റിയും ഐലൻഡിനെ പറ്റിയും മോശം അഭിപ്രായങ്ങൾ എങ്ങും നിറയുകയാണെന്നും ഇത് പ്ലാൻഡ് ആണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഷൂവ് എന്നൊരു ലേഡി ഐലൻഡ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെന്നും ഒരുപക്ഷെ ഇത് അവരുടെ പദ്ധതി ആയിരിക്കുമോ എന്നും ജെൻ സംശയം ഉന്നയിച്ചു. ആരോ ഒരാൾ മനഃപൂർവ്വം ഒമർ ഐലൻഡിനെ കൊച്ചാക്കി കാണിക്കാനും ഒമർ ഐലൻഡിന്റെ വിലയിടിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. ഒക്കെ കേട്ടു നിന്നിരുന്ന ജിൻഹാവോ ഒരു ഐഡിയ പറഞ്ഞു. ഷൂവിനെയാണല്ലോ സംശയം പറഞ്ഞത്, ഒമർ ഐലൻഡിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ജെൻ ഷൂവിനെ ചെന്ന് കാണണം. ആ സമയം നടന്ന സംഭവത്തെ പറ്റിയും നെയ്സായിട്ടങ്ങ് ചോദിക്കണം. വാതിലിന് പുറത്ത് മറിഞ്ഞു നിന്ന് ഞാനത് ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുകയും തെറ്റിദ്ധാരണകൾ മാറുകയും യഥാർത്ഥ പ്രശ്നക്കാർ പുറത്തു വരികയും ചെയ്യും. അത് കൊള്ളാമെന്ന് അവർക്കും തോന്നി. അത്തരത്തിൽ അവർ പ്രവർത്തിച്ചു. ഐലൻഡിന്റെ കച്ചവട കാര്യത്തിന് എന്ന് പറഞ്ഞ് ജെൻ ഷൂവിനെ ചെന്ന് കണ്ടു. ഷൂവിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഷൂ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ കോൺട്രാക്ട് അങ്ങ് സൈൻ ചെയ്തേക്ക് എന്ന് പറയുകയുമായിരുന്നു ചെയ്തത്. ജെൻ മുട്ടുകുത്തിയിരുന്ന് ഷൂവിനോട് അപേക്ഷിച്ചു. ആ ഐലൻഡിൽ താമസിക്കുന്ന ജനങ്ങൾ 100 കൊല്ലത്തോളമായി അവിടെ താമസിക്കുന്നവരാണ്. അവർക്ക് പോവാൻ മറ്റൊരിടമില്ല. അവരുടെ ഓർമ്മകളും ഒക്കെയും അവിടാണുള്ളത്. ജിൻഹാവോ മറിഞ്ഞു നിന്ന് അതൊക്കെയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഷെൻ വന്ന് ജിൻഹാവോയെ പിടിച്ചവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. തൊട്ടു പിന്നാലെ അകത്തിരിക്കുകയായിരുന്ന ഷൂവിന് ഒരു ഫോൺ കോൾ വന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവ്
സ്ട്രീമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമായിരുന്നു ഷൂവിന് വന്നു ചേർന്നത്. ഷൂ ഉടൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കി. പക്ഷെ അവിടെ ആരെയും അവൾക്ക് കാണുവാൻ സാധിച്ചില്ല. അതോടെ ഫ്രസ്ട്രേറ്റഡ് ആയി ഷൂ തിരികെ പോന്നു. പിന്നീട് ലൈവ് സ്ട്രീം ചെയ്യപ്പെട്ട വീഡിയോ പരിശോധിച്ചപ്പോൾ ഷൂ ഞെട്ടലോടെ തന്റെ അർദ്ധ സഹോദരി ജിൻഹാവ് ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി. അന്ന് രാത്രിയിൽ ജിൻഹാവോയും ലിന്നും കുടിക്കുവാൻ പോയി. കുടിച്ച് പരസ്പരം സംസാരിച്ചിരുന്നു. അവർ തമ്മിലുള്ള അടുപ്പവും വർദ്ധിക്കുന്നുണ്ടായിരുന്നു. ലിൻ ആ സമയം തന്റെ മുത്തച്ഛന്റെ ഒപ്പമാണ് താൻ ഒമർ ഐലൻഡിൽ എത്തിയതെന്നും ഇവിടെ മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളാണുള്ളത് എന്നും അവളോട് പറഞ്ഞു. മുത്തച്ഛൻ മരിക്കുന്ന സമയം താൻ മുത്തച്ഛനൊരു വാക്കു കൊടുത്തെന്നും അത് ഒമർ ഐലൻഡിനെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് മാത്രമാണ് താൻ ഈ ഐലൻഡിന്റെ സ്ഥലം വിൽക്കാൻ മടിക്കുന്നത് എന്നും അവൻ വ്യക്തമാക്കി. അത് കേട്ടതും ജിൻഹാവോക്ക് ലിന്നിനെയോർത്ത് അഭിമാനം തോന്നി. അവൾ അവനെ ചുംബിച്ചു. നീ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് പറയുകയും ചെയ്തു. അടുത്ത ദിവസം ജിൻഹാവോക്ക് അവളുടെ ജോലിയുടെ ആദ്യത്തെ പേച്ച കിട്ടിയിരുന്നു. അതുമായി പുറത്തുപോയി അവൾ ജിയക്കായി ഒരു ഗിഫ്റ്റ് വാങ്ങി. പിന്നാലെ വന്ന് കോഫി ബീൻ കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റ് ലിന്നിന് സമ്മാനമായി കൊടുക്കുകയും ധരിപ്പിക്കുകയും ചെയ്തു. അവർ അടുത്തടുത്തിരുന്ന് ചുംബിക്കാനും മറ്റും ആരംഭിച്ചു. കൃത്യസമയം അങ്ങോട്ടേക്ക് ഷൂ കടന്നു വന്നു. പിന്നാലെ അവിടെ ലിന്നിനെ മീറ്റ് ചെയ്ത് ലിന്നുമായി സംസാരിക്കാൻ തുടങ്ങി. ഒമർ ഐലൻഡും മറ്റും വിട്ടുപോകുന്നതിന് വളരെ വലിയൊരു തുക തന്നെ ഷൂ ലിന്നിന് ഓഫർ ചെയ്തു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും സ്ഥലം വിട്ടുകൊടുക്കാനും വിൽക്കുവാനും ലിൻ ഒരുക്കമായിരുന്നില്ല. അതോടെ ഷൂ മറ്റുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. ജിൻഹാവോ തന്റെ അർദ്ധ സഹോദരിയാണെന്നും അവളായിരുന്നു കമ്പനിയുടെ സിഇഒ എന്നും അവളുടെ ഐഡിയയാണ് ഒമർ ഐലൻഡ് വാങ്ങി ഇവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നതെന്നും അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലുടൻ അവൾ നിങ്ങളെയൊക്കെ വിട്ടു പോകുമെന്നും ഷൂ അവനോട് പറഞ്ഞു. ജിൻഹാവോ ആരെന്ന സത്യം ലിന്നിന് പൂർണ്ണമായി മനസ്സിലായി. അതിനെപ്പറ്റി പറയണോ എന്നവനേറെ ആലോചിച്ചു. ഒടുവിൽ രാത്രിയോടെ അത് പറയാമെന്നുറച്ചു. അവളെ കാണുവാനായി അവൻ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ അവളെ കണ്ടുമുട്ടി. പക്ഷേ ലിൻ ജിൻഹാവോയെ കണ്ടതും ആ കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ട്രക്ക് വന്ന് അവളെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. അത് കണ്ടതും അവൻ ഓടിച്ചെന്ന് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ട്രക്ക് അവളെ ഇടിച്ചു കഴിഞ്ഞിരുന്നു. ആ അപകടത്തോടെ ജിൻഹാവോയുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ കിട്ടിയിരുന്നു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി തന്റെ ജോലിയിൽ പതിവ് പോലെ പോവാനും മറ്റും ആരംഭിച്ചു. ഓർമ്മകൾ തിരിച്ചു കിട്ടിയപ്പോൾ അംനീഷ്യ ബാധിച്ച് ആ ചെറിയ കാലയളവിലെ കാര്യങ്ങൾ അവൾ മറന്നുപോവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ലിൻ അവളെ നേരിട്ട് കാണുവാനെത്തി. പക്ഷേ ജിൻഹാവോക്ക് ലിന്നിനെ ഓർമ്മയെ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലായതും അവൾ തനിക്ക് സമ്മാനിച്ച കോഫി ബീൻ കൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ലിൻ അവൾക്ക് തിരികെ കൊടുത്തു. അതുകൊണ്ടെങ്കിലും അവളുടെ ഓർമ്മകൾ തിരിച്ചു വന്നാലോ എന്ന് ലിൻ പ്രതീക്ഷിച്ചിരുന്നു. അവരൊന്നിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞ ആ ഓർമ്മകൾ. ശേഷം ലിൻ അവിടെ നിന്ന് തിരികെ പോന്നു. പിന്നാലെ ജിൻഹാവോ ഒമർ ഐലൻഡ് അക്വയർ ചെയ്യുന്ന തന്റെ പദ്ധതിയുമായി മുന്നോട്ടു പോവാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി ജിൻഹാവോ ജെന്നിനെ വീണ്ടും ചെന്ന് കണ്ടു. ലിന്നുമായി ഒരു അപ്പോയിന്റ്മെന്റിന് ആവശ്യപ്പെട്ടു. പക്ഷെ അത് ജെന്നിനെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുകയായിരുന്നു ചെയ്തത്. ജിൻഹാവോയും ലിന്നും ഒന്നിച്ചല്ലേ താമസിച്ചിരുന്നത്, പിന്നെന്താ ഇവളിപ്പോ ലിന്നിനെ തിരക്കി വരുന്നത് എന്ന് അയാൾ ചിന്തിച്ചു. ഒടുവിൽ ജെൻ വിളിച്ച് സംസാരത്തിനായി ലിൻ അങ്ങോട്ടേക്ക് എത്തി. ജിൻഹാവോയുമായി നേരിൽ കണ്ടു. കച്ചവടത്തിന്റെ കാര്യത്തിനായിരുന്നില്ല ലിൻ അങ്ങോട്ടേക്ക് വന്നത്. അവളുമായി സംസാരിക്കണമെന്ന ഉദ്ദേശമേ അവനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജിൻഹാവോ ഒമർ ഐലൻഡുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അത്തരത്തിൽ ഒരു ഡീലിനും തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ലിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ഉണ്ടായി. ദേഷ്യം പിടിച്ചിറങ്ങിപ്പോയ ലിന്നിന് പിന്നാലെ ജിൻഹാവോ ഓടിച്ചെന്നു. അങ്ങനെ ഓടിച്ചെല്ലുമ്പോൾ അവളുടെ കാലുളുക്കി. അവളെ അങ്ങനെ അവിടെ ഇട്ട് പോകാൻ ലിന്നിന് മനസ്സ് വന്നില്ല. അവളെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. കാലുളുക്കി അവളെ പൊക്കിയെടുത്ത് തന്റെ വീട്ടിലേക്ക് അവൻ കൊണ്ടുപോയി. കാലിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റുകൾ അവൻ അവൾക്കായി അവിടെ വെച്ച് ചെയ്തു കൊടുത്തു. ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ പാചകം ചെയ്യുവാനും കടന്നു. ജിൻഹാവോ ആ സമയം വീട് ചുറ്റിക്കാണുകയായിരുന്നു. അംനീഷ്യ സമയത്ത് അവിടെ ജീവിച്ചിരുന്നപ്പോൾ അവൾ താമസിച്ചിരുന്ന മുറിയിലേക്കും അവൾ വന്നു ചേർന്നു. ആ മുറി അവൾ നോക്കിക്കണ്ടു. അവിടെ നിന്നും ആ കാലത്ത് അവൾ ഓരോ അനുഭവവും എഴുതി വെച്ചിരുന്ന ഡയറി ജിൻഹാവോ കണ്ടെടുക്കുകയും അത് വായിക്കുകയും ഉണ്ടായി. പിന്നാലെ ലിൻ അവളെ വിളിച്ചു. ലിന്നിനൊപ്പം നൂഡിൽസ് കഴിക്കുവാൻ അവൾ എഴുന്നേറ്റ് ചെന്നു. ഫുഡ് കഴിക്കുമ്പോൾ താൻ വായിച്ച ഡയറിയെ പറ്റിയും അതിലുള്ള ക്യാരക്ടറിനെ പറ്റിയും ആ ഗേൾഫ്രണ്ട് എവിടെയാണ് എന്നും ജിൻഹാവോ ലിന്നിനോട് തിരക്കി. അവൾ തന്റെ എംപ്ലോയിയും ഇവിടെ താമസിച്ചിരുന്നവളുമായിരുന്നു എന്നുമായിരുന്നു ലിന്നിന്റെ മറുപടി. കൂടുതൽ വിശദീകരിക്കുവാൻ ലിൻ ശ്രമിച്ചതുമില്ല. പിന്നീട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലിൻ ഒമർ ഐലൻഡിൽ വരുന്ന ഡെവലപ്മെന്റിന് തടയുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ ലിൻ അതിന് മറുപടി പറഞ്ഞില്ല. ഒരുപക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് ഇവിടം വിട്ടു പോകണം, അല്ലെങ്കിൽ ഇവിടെ നല്ല ഫെസിലിറ്റീസ്
ഓഫീസ് വേണമെന്നുണ്ടെങ്കിലോ എന്ന തരത്തിലൊരു ചോദ്യവും കൂടി ജിൻഹാവോ ഉന്നയിച്ചു. അവളങ്ങനെ ബിസിനസ് മാത്രം സംസാരിക്കുന്നത് കേട്ട് ലിൻ അസ്വസ്ഥനായി. നീ ഇപ്പോൾ പഴയ നീയല്ല എന്ന് പറഞ്ഞ ലിൻ അവിടെ വെച്ച് സംഭാഷണം അവസാനിപ്പിക്കുകയും അവളോട് അവിടെ നിന്ന് പൊക്കോളാൻ പറയുകയും ചെയ്തു. അന്നവൾ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ജിൻഹാവോയെ ആരോ പിന്നിൽ നിന്ന് ആക്രമിച്ചു. അത് അവളുടെ അടുത്ത സഹോദരി ഷൂവായിരുന്നു. തൊട്ടു പിന്നാലെ ലിന്നെ തേടി ഷൂവിന്റെ ഫോൺ കോളും എത്തി. ഒമർ ഐലൻഡുമായി ബന്ധപ്പെട്ട സ്ഥലം തന്റെ പേരിൽ എഴുതി തരണമെന്നും അത് ആദ്യം നേടിയെടുത്ത് കമ്പനി സിഇഒ പൊസിഷൻ തനിക്ക് കരസ്ഥമാക്കണമെന്നും തനിക്കത് എഴുതി തന്നില്ലെങ്കിൽ ജിൻഹാവോയെ താൻ കൊന്നുകളയുമെന്നും ജിൻഹാവോ തന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞുമായിരുന്നു ഷൂ അവനെ വിളിച്ചത്. ഞെട്ടലോടെ ലിൻ അവിടെ നിന്നും ഷൂവിന്റെ മുമ്പിലെത്തി. ഐലൻഡ് സെയിൽ ചെയ്യുവാനുള്ള ഒരു കോൺട്രാക്ട് ഷൂ ആ സമയം ലിന്നിന്റെ മുമ്പിലേക്കിട്ടു. അത് സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ജിൻഹാവോയ്ക്ക് ആപത്തുണ്ടാവും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജിൻഹാവോ ആകട്ടെ ലിന്നിനോടത് സൈനൊന്നും ചെയ്യണ്ട, അത് ചെയ്യരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ജിൻഹാവോയെ വലിയ കാര്യമായി കരുതിയിരുന്ന ലിൻ കോൺട്രാക്ട് എടുത്ത് സൈൻ ചെയ്തു. ശേഷം അത് ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടു. എടുത്തോളാനും ഷൂവിനോട് ആവശ്യപ്പെട്ടു. ഷൂ അതെടുക്കാൻ പോയപ്പോഴേക്കും ജെൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും അവളെ പിടികൂടുകയും ചെയ്തു. ലിൻ ജിൻഹാവോയെ രക്ഷപ്പെടുത്തി. തൊട്ടു പിന്നാലെ പോലീസും എത്തിച്ചേരുകയും ഷൂ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഓഫീസിലെത്തി ജിൻഹാവോ ഒരുപാട് ആലോചിച്ചു. ഐലൻഡ് പ്രൊജക്ട് വിട്ടുകളയുവാൻ അവൾ തീരുമാനിച്ചു. മുത്തച്ഛന് കൊടുത്ത വാക്ക് കാക്കുവാൻ ലിന്നിന് സാധിക്കട്ടെ എന്നതായിരുന്നു അവൾ ചിന്തിച്ചത്. ഐലൻഡിന്റെ ഒരു പോർഷൻ മാത്രം അവിടുത്തെ ജനങ്ങൾക്കുതകുന്ന രീതിയിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കുവാനും അവൾ ചിന്തിച്ചു. അതിന് പക്ഷേ ഒരുപാട് പണം വേണമായിരുന്നു. ബോർഡ് ഡയറക്ടേഴ്സിന്റെ പെർമിഷനും വേണം. പക്ഷേ ഡയറക്ടേഴ്സ് അത് അപ്രൂവ് ചെയ്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഷെൻ ജിൻഹാവോയുടെ മുമ്പിലെത്തി തന്നെ മാരി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനാണെങ്കിൽ ജിൻഹാവോ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ താൻ പണം മുടക്കാം എന്നും ഷെൻ പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും ആ പ്രപ്പോസൽ ജിൻഹാവോ ഡിക്ലൈൻ ചെയ്തു. അപ്സെറ്റായ അവൾ അന്ന് ലിന്നിന്റെ വീട്ടിലേക്ക് ചെന്നു. ഒരുപാട് മദ്യപിച്ച് പീക്കിലെത്തിയപ്പോൾ അവളോട് തിരികെ പോകണ്ടെന്നും അന്ന് അവിടെ കഴിഞ്ഞോളാനും ലിൻ പറയുകയും അവളെ പൊക്കിയെടുത്ത് അവളുടെ ബെഡിൽ കൊണ്ടുചെന്ന് കിടത്തുകയും ചെയ്തു. ഈ സമയം ജിൻഹാവോ ലിന്നിനോട് ഇന്റിമേറ്റായി ഇടപഴകാൻ ശ്രമിച്ചു. എന്താ ഇത് എന്ന മട്ടിൽ ലിൻ ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞ കാലം തനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എന്നായിരുന്നു അവൾ മറുപടിയായി പറഞ്ഞത്. അന്ന് തനിക്ക് വേണ്ടി ലിൻ ചെയ്തു തന്ന കാര്യങ്ങളും അവൾ എണ്ണി പറഞ്ഞു. പിന്നാലെ അവനെ ചുംബിക്കുകയും ഉണ്ടായി. അന്ന് രാത്രി അവർ ഒന്നിച്ചായിരുന്നു ഉറങ്ങിയത്. പിറ്റേന്ന് പകലിൽ ലിൻ ഉണരുമ്പോൾ ജിൻഹാവോ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ പോയി കഴിഞ്ഞു എന്നത് അവനെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തി. കുറെ ആലോചനയ്ക്കൊടുവിൽ ഐലൻഡ് സംരക്ഷിക്കാനും അവിടെ ഡെവലപ്മെന്റ് പ്രൊജക്ട് നടത്തുവാനും ആവശ്യമായ ഫണ്ടിനും വേണ്ടി ഷെന്നിനെ വിവാഹം കഴിക്കാൻ ജിൻഹാവോ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹ ദിവസവും എത്തി. പക്ഷേ വൈകാതെ ഐലൻഡിനു വേണ്ടി തന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യുവാൻ ജിൻഹാവോ ഒരുങ്ങുന്നത് ലിൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം നശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന തീരുമാനത്തിലേക്ക് ലിൻ എത്തിച്ചേർന്നു. വിവാഹ വേദിയിലേക്ക് കടന്നു ചെന്ന ലിൻ ജിൻഹാവോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. വെഡ്ഡിംഗ് പാതി വഴിക്ക് ലിൻ നിർത്തലാക്കി. ലിൻ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ജിൻഹാവോ എതിർത്തിരുന്നില്ല. ലിന്നിനൊപ്പം പോകുവാൻ അവൾക്കും പൂർണ്ണ സമ്മതമായിരുന്നു. അവിടെ നിന്നും ഓടി അവർ ബീച്ചിലേക്ക് എത്തി. അവിടെ വെച്ച് ലിൻ ജിൻഹാവോയെ പ്രപ്പോസ് ചെയ്തു. ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതിലധികം പണം തന്റെ പക്കലുണ്ടെന്നും അതുകൊണ്ട് നമ്മുടെ ഈ ഐലൻഡിനെ സഫർ ചെയ്യാൻ താൻ ഒരിക്കലും അനുവദിക്കില്ല. ഇവിടെ എന്ത് ഡെവലപ്മെന്റിനും നിന്റെ കൂടെ ഞാനുണ്ടാകും എന്ന് ലിൻ ജിൻഹാവോയ്ക്ക് ഉറപ്പുകൊടുത്തു. ജിൻഹാവോയ്ക്കും ഏറെ സന്തോഷം തോന്നിയിരുന്നു. ലിന്നിന്റെ പ്രപ്പോസൽ സ്വീകരിച്ച് അവനെ ചുംബിക്കുന്ന ജിൻഹാവോയുടെ ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.